അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത ഭൂപടത്തിൽ വിഴിഞ്ഞം തുറമുഖം തന്ത്രപ്രധാനമായ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. നിലവിലെ ഗൾഫ് സംഘർഷങ്ങളും ഹോർമുസ് കടലിടുക്കിലെ ഉപരോധവും ആഗോള കപ്പൽ ചാലുകളെ അടിമുടി മാറ്റി ചിന്തിപ്പിക്കുമ്പോൾ വിഴിഞ്ഞം ഇപ്പോൾ ആഗോള ഷിപ്പിംഗ് കമ്പനികളുടെ ഏറ്റവും സുരക്ഷിതമായ ഇടത്താവളമായി മാറിയിരിക്കുന്നു. ഗൾഫ് മേഖലയിൽ സംഘർഷം കാരണം UAE അടക്കമുള്ള രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നത് വലിയ സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള വിഴിഞ്ഞം ഒരു അനുഗ്രഹമായി മാറുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തുകൂടി വടക്കോട്ടുള്ള ദീർഘദൂര യാത്ര ഒഴിവാക്കി മഹാരാഷ്ട്രയിലെ മുംബൈ, ഗുജറാത്തിലെ മുന്ദ്ര തുടങ്ങിയ തുറമുഖങ്ങളിൽ എത്തിച്ചേരാൻ കപ്പലുകൾക്ക് സഹായകരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് വലിയ രീതിയിലുള്ള സമയലാഭമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാ ദൂരം കുറയുന്നത് വഴി ലക്ഷക്കണക്കിന് രൂപയുടെ ഇന്ധനമാണ് ഓരോ കപ്പലിനും ലാഭിക്കാൻ കഴിയുക. യുദ്ധഭീതിയുള്ള മേഖലകൾ ഒഴിവാക്കി സുരക്ഷിതമായ ചരക്ക് കൈമാറ്റം ചെയ്യാൻ വിഴിഞ്ഞം ഇപ്പോൾ സൗകര്യമൊരുക്കുകയാണ്. വിഴിഞ്ഞത്തെ ആകെയുള്ള സ്ഥലപരിമിതി മറ്റ് കമ്പനികളെ വലയ്ക്കുന്നുണ്ട്. നിലവിൽ 8 പ്രമുഖ ആഗോള ഷിപ്പിംഗ് കമ്പനികളിൽ നിന്നുള്ള ഏകദേശം 100 കപ്പലുകൾ വിഴിഞ്ഞത്ത് ബർത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ വലിയ അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ നിലവിലെ തുറമുഖ ശേഷി മതിയാകുന്നില്ല. നിലവിൽ 800 മീറ്റർ നീളമുള്ള ഒരു കണ്ടെയ്നർ ബർത്താണ് വിഴിഞ്ഞത്തുള്ളത്. ഇവിടെ ഒരേ സമയം 2 വലിയ മദർഷിപ്പുകൾ അല്ലെങ്കിൽ 4 ചെറിയ ഫീഡർ കപ്പലുകൾ മാത്രമേ അടുപ്പിക്കാൻ കഴിയൂ. നിലവിലെ ബർത്തിന്റെ ഭൂരിഭാഗവും ആഗോള ഭീമനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ബുക്ക് ചെയ്തിരിക്കുന്നതിനാൽ മറ്റ് കമ്പനികൾ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. തുറമുഖത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ച സാഹചര്യത്തിൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കിയിട്ടുണ്ട്. ഏകദേശം 10,000 കോടി രൂപ മുടക്കിയുള്ള വിപുലീകരണ പദ്ധതികളാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ 2ാം ഘട്ടം 2027 ആകുമ്പോഴേക്കും പൂർത്തിയാകും. ബർത്തിന്റെ നീളം 800 മീറ്ററിൽ നിന്ന് 1200 മീറ്ററായും 2028 ആകുമ്പോഴേക്കും 2000 മീറ്ററായും വർദ്ധിപ്പിക്കും. പൂർത്തിയായി കഴിഞ്ഞാൽ വികസിപ്പിച്ച ബർത്തിന് 2027 ആകുമ്പോഴേക്കും 3 മാതൃകാ കപ്പലുകളെയും 2028 ആകുമ്പോഴേക്കും 5 മാതൃകാ കപ്പലുകളെയും കൈകാര്യം ചെയ്യാൻ കഴിയും. നിലവിലെ ഡിമാൻഡ് കണക്കിലെടുത്ത് ഈ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വിപുലീകരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. വിഴിഞ്ഞം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കുന്നതോടെ നിലവിൽ ചരക്ക് കൈമാറ്റത്തിനായി സിംഗപ്പൂരിനും കൊളംബോയ്ക്കും ഇന്ത്യ നൽകുന്ന പണം ഇനി കേരളത്തിന് ലഭിക്കും. തുറമുഖത്തെ നേരിട്ടുള്ള തൊഴിലുകൾക്ക് പുറമെ ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ് മേഖലകളിൽ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ഇന്ധന ചെലവ് കുറയുന്നതോടെ ഉൽപ്പന്നങ്ങളുടെ വിലയിലും നേരിയ മാറ്റമുണ്ടായേക്കാം. യൂറോപ്പ്, ചൈന, സിംഗപ്പൂർ, ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ വിഴിഞ്ഞത്തെ പ്രധാന ചരക്ക് കൈമാറ്റ കേന്ദ്രമായി കാണാൻ തുടങ്ങിയത് കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. ചുരുക്കത്തിൽ കേവലം ഒരു ചരക്കുനീക്ക കേന്ദ്രം എന്നതിലുപരി ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ഒരു ആസ്തിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറിക്കഴിഞ്ഞു. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ലോകം വിഴിഞ്ഞത്തെ ഒരു സുരക്ഷിത കവാടമായി കാണുന്നത് കേരളത്തിന് ലഭിച്ച വലിയൊരു അംഗീകാരമാണ്. എങ്കിലും നിലവിലെ ഈ സുവർണാവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സമയബന്ധിതമായ വികസനം അനിവാര്യമാണ്. 100ഓളം കപ്പലുകൾ പുറംകടലിൽ കാത്തു നിൽക്കുന്നത് വിഴിഞ്ഞം ലോകത്തിന് അത്രമേൽ അത്യാവശ്യമായിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. 2027ലും 2028ലുമായി ലക്ഷ്യമിട്ടിരിക്കുന്ന വിപുലീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ സിംഗപ്പൂരിനോടും കൊളംബോയോടും കിടപിടിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് ഹബ്ബായി വിഴിഞ്ഞം മാറും. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഈ പദ്ധതി വരും തലമുറയ്ക്ക് തൊഴിലും രാജ്യത്തിന് വിദേശ നാണ്യവും ഉറപ്പാക്കുമെന്നതിൽ സംശയമില്ല. അന്താരാഷ്ട്ര കപ്പൽ ചാലിലെ ഈ പുതിയ കരുത്തൻ ഭാരതത്തെ ആഗോള വ്യാപാരത്തിന്റെ നെറുകയിൽ എത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.